കോഴിക്കോട് 15-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 2 ബീഹാർ സ്വദേശികൾ പിടിയിൽ. ഫൈസൽ അൻവർ, ഹിമാൻ അലി എന്നിവരെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിനിയെയാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച ചെരുപ്പാണ് പ്രതികളിലേക്ക് എത്താൻ സഹായിച്ചതെന്ന് കസബ സിഐയും പറഞ്ഞു. മൊഴി പരിശോധിച്ചതിൽ നിന്നും അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കാം ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം അന്വേഷണം നടത്തിയിരുന്നത്. അങ്ങനെ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് സീനിൽ നിന്നും കിട്ടിയ ഒരു ചെരുപ്പുണ്ടായിരുന്നു. അതായത് ഇതിലെ കുറ്റവാളി ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഒരു ചെരുപ്പുണ്ടായിരുന്നു. തുടർന്ന് ആ ചെരുപ്പ് വിശദമായി പരിശോധിച്ചതിൽ അതും നമ്മൾ പറയേണ്ടത് ഈ ടൗൺ സ്ക്വാഡിൻ്റെയും നമ്മുടെ സ്ക്വാഡിൻ്റെയും കഴിവ് തന്നെയാണ്. അവർ അതിൽ നിന്നും ചെറിയ സിമെൻറ്റിൻ്റെ അംശങ്ങൾ കണ്ടെത്തുകയും ഈ അങ്ങനത്തെ ആ തരം ജോലികൾ ചെയ്യുന്ന ഒരു തൊഴിലാളി ആയിരിക്കാം ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയതിൽ ലോക്കൽസുമായിട്ടൊക്കെ സംസാരിച്ചതിലും അത് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ സംസാരിച്ചതിൽ ആ ഭാഗത്ത് ഇങ്ങനെ ജോലിക്ക് പോകുന്ന കുറച്ച് പേരൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടെ എത്തി വിശദമായി നമുക്ക് കിട്ടിയ വിഷ്വൽസ് വെച്ച് വിശദമായി ചോദ്യം ചെയ്തതിൽ ഈ പ്രതികളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് നമുക്കൊപ്പം ചേരുകയാണ്. ലിനറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണിത്. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. ഒരു കുട്ടി നടന്നു പോവുകയാണ്. അതിനിടയിൽ ഒരു വ്യക്തി ഓടി വന്ന കുട്ടിയെ കയറി പിടിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്, ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഇവർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും റാക്കറ്റിന്റെ ഭാഗമാണോ ഈ വ്യക്തികൾ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ? ഈ കുട്ടി ഇപ്പോൾ ഓക്കെയാണല്ലോ അല്ലേ? ബിനിൽ, ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് ഇത്തരത്തിലുള്ള കേസിൽ ആസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ചോദ്യം ചെയ്യലിൽ ഇവർ നിർമ്മാണ തൊഴിലാളികളാണ്. ബീഹാറിൽ നിന്ന് ഇവിടെ എത്തി ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളാണെന്നാണ് പോലീസിന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവരുടെ പിന്നിൽ ഈ 2 പേർ മാത്രമാണ് ഈ ഒരു കേസിന് ആസ്പദമായിരിക്കുന്ന വിഷയത്തിൽ ഉള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് ബസ് ഇറങ്ങി നടന്നു പോവുകയായിരുന്ന യുവതിയെ, ഈ ഒരു 15 വയസ്സുകാരിയെ ഇവർ കയറി പിടിക്കുകയായിരുന്നു. ആ കുട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളടക്കം ആ ഒരു CCTVയിൽ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. അതിനുശേഷം സംയോജിതമായ കുട്ടിയുടെ ഇടപെടൽ മൂലമാണ് വലിയൊരു അപകടത്തിൽ നിന്ന് ആ കുട്ടി രക്ഷപ്പെട്ടിരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 60ഓളം CCTV ദൃശ്യങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളും അതോടൊപ്പം ഈ ഒരു ആക്രമണം നടന്ന സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ചെരുപ്പ് കണ്ടെത്തുകയുണ്ടായി. ആ ചെരുപ്പിൻ്റെ നിന്നാണ് ഈ ഒരു പ്രതികളിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചത്. ഈ ഒരു ചെരുപ്പ് കിട്ടിയതിനെ തുടർന്ന് ഡോഗ് സ്ക്വാഡ് അടക്കം വന്ന് പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഈ ഒരു ചെരുപ്പിൽ കണ്ട സിമന്റ് പൊടികളും മറ്റുമൊക്കെ സംശയം ഉളവാക്കുന്നത് കൊണ്ട് തന്നെയാണ് നിർമ്മാണ തൊഴിലാളികളായിരിക്കാം ഇതിന് തൊട്ട് പിന്നിൽ എന്നാണ് ഇവർക്ക് ചിന്തിച്ചിരുന്നത്. അതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇതിന് തൊട്ടടുത്തായി നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അവിടെ എത്തി പരിശോധിക്കുകയും ഈ CCTV ദൃശ്യങ്ങളും ഈ ചെരുപ്പിന്റെ ഉടമയും കണ്ടെത്തുകയായിരുന്നു. ഈ 2 പേരെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബീഹാർ സ്വദേശികളായ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. ബിനിൽ, ഓക്കെ, ബീഹാർ സ്വദേശികളായ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായത്. പീഡന ശ്രമം, കുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ നിരവധി വീടുകൾ ഉൾപ്പെടെയുള്ള ഒരു പ്രദേശത്ത് വെച്ചാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് പേടിപ്പെടുത്തുന്നതാണ്, നമ്മളെ ചിന്തിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. ആ കുട്ടിക്കുണ്ടായിട്ടുള്ള ഒരു മെൻ്റൽ സ്ട്രെസ് എത്രത്തോളം വലുതാണ്, അതിൽ നിന്ന് ആ കുട്ടി കടന്ന് വരാൻ നമ്മളെല്ലാവരും ആ കുട്ടിയോട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലിനറ്റാണ് വിവരങ്ങൾ നൽകിയത്.